ദൈവത്തിന്റെ ശക്തി ദുർബലതയിൽ വെളിപ്പെടുന്നു. അവന്റെ മഹത്വം നിരാലംബതയിൽ വെളിപ്പെടുന്നു. അവൻ നൽകുന്ന വിമോചനം സിംഹാസനത്തിലല്ല, മറിച്ച് ഒരു പുൽക്കൂടിൽ വെളിപ്പെടുത്തപ്പെടുന്നു. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖ്യ സത്യം ഇതാണ്: ദൈവം നമ്മോട് അടുത്തു വരുന്നത്, നമ്മുടെ ചാരത്തേക്ക് എത്തുന്നത് നമ്മെ ഭയപ്പെടുത്തിയല്ല, മറിച്ച് സമാധാനത്തിൽ, ശാന്തതയിൽ, ചെറുതായി. പുൽക്കൂട് ലോകത്തിന്റെ നിരാകരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സ്വീകരണത്തെയും. ലോകം തള്ളിയതിനെ ദൈവം സ്വീകരിച്ചതാണ് പുൽക്കൂട്. നമ്മുടെ ജീവിതത്തിന്റെ താഴ്ന്ന ഘട്ടങ്ങളിലും നമ്മളിങ്ങനെ ലോ ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന ജീവിതത്തിന്റെ ഒരു ഫേസിലും ദൈവം നമ്മളെ കൈവിടുന്നില്ല. ദൈവം നമ്മെ വെറുക്കുന്നില്ല. നമ്മുടെ അത്തരം അനുഭവങ്ങളിലാണ് ദൈവികത ഒളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. ലാളിത്യവും വിനയവും ദൈവസന്നിധിയിലേക്കുള്ള വഴിയാണെന്ന് അറിയാം. സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈശോ നമ്മളോട് ഇങ്ങനെ പറയുന്നു: കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ദൈവത്തിന്റെ വഴിയെ നടക്കാനും ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്റെ ഈശോയെ, നിന്റെ പരമാർത്ഥത ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവർക്കും ക്രിസ്മസ് ദിന മംഗളങ്ങൾ നേരുന്നു.